കോൺഗ്രസ് മന്ത്രിമാരുടെ അന്തിമ ലിസ്റ്റ് ഇന്ന് തന്നെ വന്നേക്കാമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. പുതിയ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ നടക്കുന്ന ചർച്ചകൾ തികച്ചും സമാധാനപരമായാണ് മുന്നോട്ട് പോകുന്നതെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ചർച്ചകൾ തുടങ്ങി, ഞങ്ങൾ ചെറിയ തോതിൽ സംസാരിച്ചു. അതിനിടയിൽ നിയുക്ത മുഖ്യമന്ത്രിക്ക് മറ്റു ചില സന്ദർശനങ്ങൾ കൂടിയുണ്ട്. ആ സന്ദർശനങ്ങൾ കഴിഞ്ഞ് വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കും. കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ച ലിസ്റ്റ് നിയുക്ത മുഖ്യമന്ത്രിയും കെപിസിസി പ്രസിഡന്റും ആലോചിച്ച്, ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ ആലോചിച്ച്, KC വേണുഗോപാലുമായി ആലോചിച്ച് ഞങ്ങൾ ഹൈക്കമാൻഡിനെ സമർപ്പിക്കും. അവരംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കും. ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഒരാവശ്യവും മുന്നോട്ട് വയ്ക്കുന്നില്ലെന്ന് പയ്യന്നൂർ നിയുക്ത MLA വി കുഞ്ഞികൃഷ്ണൻ. ഒരു പാർട്ടിയും ചേരുന്നില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. സർക്കാർ ചുമതല ഏറ്റതിനു ശേഷം മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതാണ്. അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല. എനിക്കങ്ങനെ ഒരു നിലപാടില്ല. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ച ആശാപ്രവർത്തകർ. ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. സമരപ്പന്തലിലെത്തിയപ്പോൾ തങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു. കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സാറിനെ ഇന്ന് ആശാ സമര നേതാക്കൾ നേരിട്ട് വന്ന് കണ്ടു. അദ്ദേഹം സമരപ്പന്തലിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്ക്, ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന വാക്ക് അദ്ദേഹം ഞങ്ങളോട് ഇപ്പോഴും ആവർത്തിച്ചു. വാക്ക് പാലിക്കും, വാക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്.